കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾക്കെതിരെ മൊത്തമായും ചില്ലറയായും ശിർക്ക് ആരോപിച്ച കാഫിറെ മുശ്രിക്കെ എന്ന് പച്ചക്ക് വിളിച്ച ഒരു വഹാബി പുരോഹിതനാണ് മുജാഹിദ് ബാലുശ്ശേരി. അയാളപ്പം വഹാബി കുഞ്ഞാടുകൾ എവിടെ കണ്ടാലും വിളിച്ചാലും മുശ്രിക്കെ കാഫിറെ എന്നാണല്ലോ. എന്നിട്ട് അയാൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. ഇഞ്ഞപ്പോൾ കണ്ട എല്ലാവരും മുശ്രിക്ക് എന്നാ വിളിക്കണത്, കാഫിർ എന്നാ വിളിക്കണത് എന്ന് പറഞ്ഞ് ബാലുശ്ശേരി കരയാണ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. എന്റെ ഫോണിൽ കിടക്കണ്ട ആ വോയിസ്. നിങ്ങൾ ഇഞ്ഞൊന്നിട്ടു തവണ സലാം പറഞ്ഞിട്ട് ഈ കേന്നന്മാരെ സലാം അടക്കണില്ല. അതാണ് കാരണം. എന്താ ആള് ജാതിന്റെ പുറത്ത് വയ്ക്കണേന്ന്. ഞമ്മളെ നാട് മുഴുവൻ നടന്ന് കാഫിർ മുശ്രിക്ക് എന്ന് വിളിച്ച ചെങ്ങയ്യ ഓനപ്പോ വഹാബികള് കണ്ട മുശ്രിക്ക് എന്ന് പറയാണ്, സലാം അടക്കണില്ല. സലാം അടക്കാതിരുന്നപ്പോ അവനെനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം അടക്കാത്തത്. കാന്തപുരം ഉസ്താദ് അബൂജഹലിനെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇതിന്റെ വിഷമം മനസ്സിലാവില്ല അല്ലേ? ഇവിടെയുള്ള മുഖ്യധാര മുസ്ലിമീങ്ങൾ അബൂജഹലിനെക്കാളും ഉത്തുബത്തിനെക്കാളും വലിയ മുശ്രിക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇതിന്റെ അപകടം മനസ്സിലാവില്ല. കേരളത്തിലെ സമസ്തക്കാര് ഫുൾ ടൈം മുശ്രിക്കും, മക്കക്കുഫാറുകൾ ഹാഫ് ടൈം മുശ്രിക്കുമാണ് എന്ന് പച്ചക്ക് എഴുതി വച്ചപ്പോ നിങ്ങൾക്ക് ഇതിന്റെ വേദന മനസ്സിലായില്ല അല്ലേ? ഇപ്പോ കൊടുത്ത കൊല്ലത്തും കുട്ടുന്ന് കേട്ടിട്ടില്ല നിങ്ങള്? ഇനി അനുഭവിക്കണം നിങ്ങള്. നാട്ടോ പറയണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്. ഞങ്ങൾക്ക് എന്തൊരു തിരുപ്പതിയായി അറിയോ? അല്ലുള്ളത് പറയണല്ലോ. എന്തോ ഒരു രസം ഈ മോങ്ങലും കരച്ചിലൊക്കെ കേൾക്കാൻ. ഇതൊക്കെയാണ് ഇപ്പൊ ഞങ്ങളൊക്കെ മലബാറിലുള്ള കഥ. നിങ്ങളിപ്പോ ഇതൊരു സംഗതി വിചാരിച്ച് എടുക്കുക. ഈ വഹാബികള് നാട്ടുകാർ നിയമം പാലിച്ചത് കൊണ്ടാണ് ഇവലെ കണ്ട തക്കാളിയും കോയും മുട്ടിയെടുത്ത് എറിയാത്തത്. നിയമത്തെ മാനിക്കണല്ലോ. ഇതാണ് ഇപ്പൊ അവിടെയൊക്കെയുള്ള അവസ്ഥ. ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി ഈ കേന്നമുകാരൻ പറയാണ്, എന്ത് ഞാൻ അബൂജഹലിന്റെ ശിർക്കിലാണ്, അതുകൊണ്ട് നിന്നോട് സലാം മടക്കാൻ പറ്റൂല. നന്നായി, വളരെ നന്നായി. ആലോചിക്കാൻ ഒന്നുമില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, ആരോപിക്കപ്പെട്ടവരിൽ ശിർക്കില്ലെങ്കിൽ ആരോപകരിലേക്ക് അത് തിരിച്ചു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുന്നി മദ്രസ പോണ കുട്ടികള് അവരൊക്കെ ശല്യക്കാരാണ്. സുന്നി മൂലരത്തല്ലേ പഠിച്ചത്. അവരുടെ തല പിരിച്ചു കൊല്ലണം എന്ന് പറഞ്ഞ ചങ്ങായിയാണ്. സുന്നികളുടെ തലവട്ടണം അധികാരം കിട്ടിയാൽ എന്ന് പറഞ്ഞ ചങ്ങായിയാണ്. അവന്റെ തലവട്ടം വാള് മൂർച്ച കൂട്ടുന്നുണ്ടോ അപ്പുറത്തെ മുജാഹിദ് എന്ന് ആലോചിക്കണേ ബാലുശ്ശേരി.